ഹർഷ, ബസ്സിൽ വീഡിയോ എടുക്കുന്നവരെ കടന്നു പിടിച്ച് ബലാത്സംഗം ചെയ്യണം, ഒരു ബാലങ്കൻ നായർ സ്റ്റൈൽ. പറഞ്ഞിരിക്കുന്നത് ആരുമല്ല, BJP-യുടെ മുൻ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരു സ്ഥാനാർത്ഥിയായിരിക്കും പറഞ്ഞിരിക്കുന്നത്. മുടിയൊക്കെ വളർത്തിയ വ്യക്തിയുടെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എന്താണെന്ന് അറിഞ്ഞും കൂടാ. പക്ഷേ ഇത്തരത്തിൽ കാർഡുകൾ പ്രചരിക്കുന്നുണ്ട്, വാർത്തകൾ കാണുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ ബസ്സിൽ ഇത്തരത്തിൽ വീഡിയോകൾ എടുക്കുമ്പോൾ കടന്നു പിടിച്ച് ബസ്സിൽ വെച്ച് തന്നെ ബലാത്സംഗം ചെയ്യണമെന്നാണ്. ഒരു BJP നേതാവും BJP-യുടെ സ്ഥാനാർത്ഥിയൊക്കെയാണ് പറയുന്നത്. അതെ, അദ്ദേഹം തൊടുപുഴ സ്വദേശിയായിട്ടുള്ള അജയ് ഉണ്ണി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അജയ് ഉണ്ണി. അതെ, അദ്ദേഹം പറയുന്നത് കൃത്യമായി ഇങ്ങനെയാണ്: ഇത്തരം ദുരനുഭവങ്ങൾ ഇനിയും ആണുങ്ങൾക്ക് പലതും നേരിടേണ്ടി വരും. അനാവശ്യമായി നാണം കെടുത്താൻ ശ്രമം നടന്നു കഴിഞ്ഞാൽ, മരിക്കണമെന്ന് തോന്നിയാൽ അപ്പോൾ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ, എന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ അപരാധം പറയുന്നവരെ നേരെ ചെന്നൊന്ന് ബലാത്സംഗം ചെയ്തിട്ട് മരിക്കുക. അപ്പോൾ കുറ്റം ചെയ്തു എന്ന മനസ്സിന്റെ പശ്ചാത്താപത്തോടെ മാന്യമായി മരിക്കാം. അല്ലാതെ ഒരു കുറ്റവും ചെയ്യാതെ നമ്മളൊരു ഭീരുവിനെ പോലെ മരിക്കേണ്ട ആവശ്യമില്ല. ഇദ്ദേഹം ഇത് പറയുന്നത് കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ ബസ്സിൽ വെച്ചുണ്ടായ ഒരു അനുഭവം. അതായത് ബസ്സിൽ വെച്ച് ഒരു പെൺകുട്ടി, അതും എടുത്തു പറയേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ പല മാധ്യമങ്ങളിൽ എടുത്തു കൊടുക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മുസ്ലിം ലീഗിന്റെ പ്രവർത്തകയായിട്ടുള്ള ഒരു മുസ്ലിം യുവതി ഒരു പുരുഷൻ മോശമായി പെരുമാറി ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തി എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യുന്നു. അതിനപ്പുറത്തേക്ക് അതിന് പിന്നാലെ ചെയ്യാത്ത തെറ്റിന് ക്രൂശിക്കേണ്ടി വരുന്നു എന്ന് കണ്ടതുകൊണ്ട് ആ വ്യക്തി ആത്മഹത്യ ചെയ്യുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ആ പെൺകുട്ടി ചെയ്തിട്ട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ സാധിക്കില്ല. ന്യായമായ കാര്യമാണെങ്കിൽ നമ്മൾ അംഗീകരിക്കും. ഇതിനു മുൻപും ഇത്തരത്തിൽ പല പെൺകുട്ടികളും പല രീതിയിൽ ബസ്സിൽ വെച്ച് അപമര്യാദയായി പെരുമാറിയത്. അവിടെ ഒരു കൃത്യമായ കാര്യമുണ്ട്. അത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് രണ്ടാമത്തെ കാര്യം. ആ കുട്ടിക്ക് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരിക്കലും അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെടുത്തേണ്ട ഒരു സാഹചര്യമില്ല. ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പരിശോധിക്കേണ്ടത് ഈ വിഷയത്തെപ്പറ്റി. എൻ്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഞാൻ അതിലൊരു കൺഫ്യൂസിങ് സ്റ്റേജിലാണ്. ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയാത്ത, അല്ലെങ്കിൽ ആരുടെ വശം പിടിക്കണം, മരണപ്പെട്ടു പോയ കുടുംബത്തിനൊപ്പമോ അല്ലെങ്കിൽ ഈ പെൺകുട്ടിക്കൊപ്പം നിൽക്കുമോ എന്നുള്ളൊരു തീരുമാനത്തിൽ ഇതുവരെ എത്താൻ സാധിച്ചിട്ടില്ല. നമുക്ക് രണ്ട് വിഷയങ്ങളാണ്. ആ പെൺകുട്ടി അത്തരത്തിൽ അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ടാവും. അതിൻ്റെ ഒരു വെർഷൻ മാത്രമായിരിക്കും നമ്മൾ കണ്ടിട്ടുള്ളത്. രണ്ടാമത്തെ വർഷം ഇദ്ദേഹം പാപഭാരം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കുറ്റബോധം കൊണ്ടായിരിക്കാം ആത്മഹത്യ ചെയ്തത്. അല്ലെങ്കിൽ വേറൊരു വശം അദ്ദേഹം അപമാനിതനായതുകൊണ്ടായിരിക്കാം ജീവനൊടുക്കിയത്. പക്ഷെ എന്തായാലും അദ്ദേഹം ജീവനൊടുക്കുക എന്നൊരു സാഹചര്യം അവിടെ ഇല്ലായിരുന്നു. ഈ നാട്ടിൽ നീതിന്യായ വ്യവസ്ഥയുടെ എല്ലാ ഏടുകളും പരിശോധിച്ച് അദ്ദേഹം കുറ്റക്കാരനല്ല എങ്കിൽ അദ്ദേഹം രക്ഷപ്പെടുന്ന, അദ്ദേഹം തെറ്റുതിരുത്തുന്ന ഒരു കാര്യമുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. ഇവിടെയാണ് ഇപ്പോൾ കെബിൻ ചേട്ടൻ പറഞ്ഞ ഈ ഒരു കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം കിടക്കുന്നത്. അതായത് ഇദ്ദേഹം ആത്മഹത്യ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇദ്ദേഹത്തെ തെറ്റുകാരനായി ഭൂരിഭാഗം ജനങ്ങളും ചിത്രീകരിക്കുമായിരുന്നു. ആ വീഡിയോ ഇന്ന് ആ വീഡിയോ കണ്ട് ഇയാളെ, ഈ പറയുന്ന മരണപ്പെട്ടുപോയ ആ ഒരു യുവാവിനെ അനുകൂലിക്കുന്ന പലരും ആ സമയത്ത് അദ്ദേഹം ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ മോശമായി കമന്റ് ചെയ്യുമായിരുന്നു, മോശമായി അദ്ദേഹത്തിന്റെ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യുമായിരുന്നു എന്നുള്ളത് തീർച്ചയാണ്. ഇതിനു മുൻപ് പല രീതിയിലും പല പെൺകുട്ടികളും ഇത്തരത്തിൽ ചെയ്തപ്പോൾ ഈ പറയുന്ന പുരുഷനെ, ആ പറയുന്ന വ്യക്തി, പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ക്രൂശിച്ചിട്ടുണ്ടായിരുന്നത്. അതിനപ്പുറത്തേക്ക് ഈ വ്യക്തി മരണത്തിലേക്ക് എത്തിയപ്പോഴാണ് ഈ പെൺകുട്ടിയുടെ സ്വഭാവം മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ഒരുപക്ഷെ ഈ പറയുന്ന വീഡിയോ ഇട്ടത് കൊണ്ട് അല്ലെങ്കിൽ മനസ്സിൽ മറ്റെന്തെങ്കിലും വൈരാഗ്യം കൊണ്ട് പറഞ്ഞതായിരിക്കാം, നാട്ടുകാർ പലരും ഈ പെൺകുട്ടിയെ മോശമായി പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ഈ പെൺകുട്ടി ഇപ്പോൾ ഒളിവിൽ പോയി അല്ലെങ്കിൽ വിദേശത്തേക്ക് കടന്നു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇദ്ദേഹം ഇപ്പോഴും ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഇദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആരും തന്നെ ഈ ഒരു രംഗത്ത് ഉണ്ടാകില്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ പറയുന്ന ഭൂരിഭാഗം ആളുകളും പെൺകുട്ടിയുടെ കൂടെ നിൽക്കില്ലായിരുന്നു. അത്തരത്തിൽ ഒരു പ്രവണത നോക്കൂ. ഇതിപ്പോ ഇത്തരത്തിലുള്ള ഇൻസെക്യൂരിറ്റികൾ, ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ബസ്സിനകത്ത്, പൊതുവിടങ്ങളിൽ സ്ത്രീകൾ ഉണ്ടാകാം. പക്ഷെ അതിനെ മറവാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അതൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് അല്ലെങ്കിൽ റീച്ചിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം. ഇപ്പം നിയമങ്ങളെല്ലാം അനുകൂലമാണ് എന്ന് കരുതി സ്ത്രീകൾ അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന പല സംഭവങ്ങളുമുണ്ട്. ഇപ്പോൾ പോക്സോയിൽ തന്നെ വ്യാജ പോക്സോകളുണ്ട്, ശരിക്കുള്ള പോക്സോകൾ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാം. പറയുമ്പോൾ എന്താണ്, ഒരു മനുഷ്യനെ പോക്സോ ചാർത്തി കുറ്റപ്പെടുത്തുകയാണെന്ന് വെച്ചു, അല്ലെങ്കിൽ സ്ത്രീ പീഡനക്കാരനായി ചാർത്തുകയാണെന്ന് വെച്ചു, ആ പേരൊരിക്കലും പോകില്ല. എസ്റ്റാബ്ലിഷ്മെന്റ് ആയി കഴിഞ്ഞാൽ പോകില്ല. നോക്കൂ, പണ്ട് ഹർഷയ്ക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, വർഷങ്ങൾക്ക് മുമ്പാണ്, ഞാൻ മാധ്യമപ്രവർത്തനമൊക്കെ തുടങ്ങുന്ന കാലത്താണ്, കൊച്ചി മെട്രോയിൽ ഒരു മധ്യവയസ്കനായ ഒരു ആള് കിടന്നുറങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോയും വീഡിയോയും എടുത്ത് പ്രചരിപ്പിച്ചിരുന്നു. എങ്ങനെയാണ് പ്രചരിപ്പിച്ചിരുന്നത്? അദ്ദേഹം പ്രചരിപ്പിച്ചത് മദ്യപിച്ച് മതോക്തനായി അദ്ദേഹം മെട്രോയിൽ യാത്ര ചെയ്തു എന്ന തരത്തിലാണ് പ്രചരിപ്പിച്ചത്. അത് പിന്നെ സുരാജ് വെഞ്ഞാറമൂട് അഭിനയിക്കുന്ന ഒരു സിനിമയുടെ ഇതിവൃത്തമായി വന്നു. എന്താണ് കൃത്യമായി സംഭവിച്ചത്?
അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയാത്ത വ്യക്തിയാണെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മനസ്സിലാകുന്നത്. അതായത് അദ്ദേഹം ജോലി ചെയ്ത് തളർന്നു കിടന്ന് ക്ഷീണം കാരണം നമ്മളിപ്പോൾ അടുത്തടുത്ത് ഇരിക്കുകയാണെങ്കിൽ ആരെങ്കിലും തോളിലേക്ക് ചാരും. അടുത്ത ആരൊന്നും ഇല്ലാത്തത് കൊണ്ട് ചരിഞ്ഞു കടന്ന് മെട്രോയിൽ കിടന്ന് ഉറങ്ങുന്ന ഒരു സാഹചര്യത്തിൽ ആ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിലേക്ക് പ്രചരിപ്പിക്കുകയാണ്. അങ്ങനെ അത് വാർത്തയാവുകയാണ്. ആ വ്യക്തി വളരെയധികം അപഹാസ്യനാവുകയാണ്. അങ്ങനെ കൊച്ചി മെട്രോയിൽ പ്രചരിച്ച ആ ചിത്രം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നേരിടേണ്ടി വന്ന വലിയൊരു നാണക്കേടുണ്ട്. നമ്മളൊക്കെ സോഷ്യൽ മീഡിയയുടെ ഒരു ബൂം സിറ്റുവേഷനൊന്നും അല്ലായിരുന്നു ആ കാലഘട്ടത്തിൽ. ആ വാർത്തയൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ ഉണ്ടാകുന്ന ആ പ്രചരിപ്പിച്ച ആൾക്കോ ഫോട്ടോ എടുത്തോ ആൾക്കോ അറിയില്ലായിരുന്നു ഈ ആൾ ഒരു സംസാരിക്കാൻ കഴിയാത്ത വ്യക്തിയാണ്, അല്ലെങ്കിൽ ക്ഷീണിതനായി ജോലി കഴിഞ്ഞ് ക്ഷീണിതനായി കിടന്നുറക്കുകയാണ്. അപ്പോൾ ഇതിന് രണ്ട് വശങ്ങളുണ്ട്. നമ്മൾ പ്രജുഡിസ്ഡായിട്ട് ഒരു മൈൻഡ് എടുത്ത് തീരുമാനിക്കുന്നു അത് ഇത്തരത്തിൽ അദ്ദേഹം മദ്യപിച്ചിരിക്കുന്നു. അതേപോലെ തന്നെയാണ് ഇതിന് രണ്ട് വശങ്ങളുണ്ട്. പക്ഷേ എന്ത് പറഞ്ഞാലും അദ്ദേഹം ജീവൻ ഒടുക്കിയത് നീതീകരിക്കാനാകാത്ത ഒരു സംഭവം തന്നെയാണ്. അതിനേക്കാൾ ഏറ്റവും നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കാത്തതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഈ പറയുന്ന അജയ് ഉണ്ണിയുടെ പ്രസ്താവന എന്ന് പറയുന്നതും. കാരണം ഇത്തരത്തിലൊരു പെൺകുട്ടി വീഡിയോ എടുത്തിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ ഇത് ചിലപ്പോൾ വ്യാജമായിരിക്കാം, അല്ലായിരിക്കാം. ഇതിനു മുൻപ് പല പെൺകുട്ടികളും ഇത്തരത്തിൽ വീഡിയോസ് പങ്കുവെക്കുന്നുണ്ട്. ഒരുപക്ഷെ വീഡിയോസ് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നതിനേക്കാൾ ഉപരി മറ്റ് പല മാർഗങ്ങളിലൂടെയും ഇതിനൊരു ക്ലാരിഫിക്കേഷൻ വരുത്താമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇങ്ങനെ വീഡിയോ എടുത്തിടുന്ന വ്യക്തികളെ, പെൺകുട്ടികളെ നേരെ ചെന്ന് ബലാത്സംഗം ചെയ്യണം, ബലാത്കാരം ചെയ്യണം, അല്ലെങ്കിൽ ക്രൂരമായി പീഡിപ്പിച്ചതിന് ശേഷം മരണം കൈവരിക്കണം, അപ്പോൾ പാപഭാരത്താൽ കുറ്റബോധം കൊണ്ട് മരിക്കുന്നതിൽ തെറ്റില്ല എന്ന് പറയുന്ന ഈ ഒരു പ്രവണത അതെ, തീർച്ചയായിട്ടും അതും ഒരു ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ അത് ഏത് പാർട്ടി, BJP ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇദ്ദേഹം BJP അല്ല, ഇപ്പോൾ കോൺഗ്രസിലോ കമ്മ്യൂണിസ്റ്റിലോ ഉള്ള വ്യക്തിയാണെങ്കിൽ പോലും പാർട്ടി ഭേദമന്യേ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്. ചർച്ചയിൽ പറഞ്ഞൊരു കാര്യമാണ് തിരുവനന്തപുരം BJP പിടിക്കുമെന്ന് പറഞ്ഞിട്ട് BJP-ക്കാരെ പിടിച്ചത് ഒരു വീട്ടമ്മയാണ്. അപ്പോൾ ആ ലൈനിൽ പ്രവർത്തിക്കുന്ന ഏതോ പ്രവർത്തകനാണ് ഇത്തരത്തിൽ ഇനി ബലാത്സംഗം ചെയ്യണം, ബസ്സിൽ വീഡിയോ എടുക്കുന്നവരെ ബലാത്സംഗം ചെയ്യണമെന്ന് ഈ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. അതിനപ്പുറത്തേക്ക് ഒരു ജനപ്രതിനിധി ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുമ്പോൾ അദ്ദേഹം ഇനി എങ്ങനെയാണ്, ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു അല്ലെങ്കിൽ മത്സരിച്ച് തോറ്റുപോയ വ്യക്തിയാണ്, ഒരുപക്ഷെ തോറ്റുപോയത് നന്നായി എന്ന് പറയേണ്ടി വരും. കാരണം ഇദ്ദേഹത്തെ പോലെയുള്ള വ്യക്തികളൊക്കെ ജനപ്രതിനിധിയായി തുടർന്ന് പോയാൽ അത് അവിടെയുള്ള സ്ത്രീകൾക്ക് തീർച്ചയായും ഭീഷണിയായി തന്നെ വളരും. ഇദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ ഇങ്ങനെയാണല്ലോ. പിന്നെ ഈ ഒരു വീഡിയോ പുറത്തു വന്നതിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ബസ്സിൽ കയറാൻ പോകുന്ന പുരുഷന്മാർ നോർമലൈസ് ചെയ്ത് കാർഡ്ബോർഡും മറ്റേ അതും ഇതൊക്കെ കാണുന്നത് അത് കുറച്ച് ഓവറാണ്. കൃത്യമായി പറഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു ആവശ്യകതയൊന്നുമില്ല. കൃത്യമായി പുരുഷന്മാർ, ഞാനൊക്കെ ഒരുപാട് ദൂര യാത്ര നടത്തുന്നതാണ്. നമ്മൾ എൻ്റെ അടുത്തിരിക്കുന്ന സ്ത്രീകളുടെ അടുത്ത് സിനിമയെ പറ്റി അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ പറ്റി കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് ഞാൻ കൊല്ലത്തുനിന്ന് ഇങ്ങോട്ട് വരുന്നൊരു സാഹചര്യത്തിൽ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഫാത്തിമ മാതാ കോളേജിലെ ഒരു ടീച്ചറായിരുന്നു. ടീച്ചറിന് ഏകദേശം ഒരു 36-37 വയസ്സ് പ്രായം ഉണ്ടായിരുന്ന ഒരു ഗസ്റ്റ് ലെക്ചർ ടീച്ചറായിരുന്നു. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ സിനിമയെ പറ്റി, ചർച്ചയെ പറ്റി, അത്ര യാത്രകൾ എന്നൊക്കെ പറയുന്നത്, ബസ്സിലെ യാത്രകൾ എന്നൊക്കെ പറയുന്നത് സൗഹാർദ്ദകരമായിട്ടുള്ള അന്തരീക്ഷം, അവിടെ നിന്ന് പുതിയ കോണ്ടാക്റ്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ ടീച്ചർ എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹം പ്രകടിപ്പിച്ചത്, ടീച്ചർ ഇതുവരെ എനിക്ക് വാർത്ത വായിക്കണം കെബിനെ എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ബസ്സിൽ പോകുന്നവരെയൊന്നും അന്യരായി കാണേണ്ടതില്ല. ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരായാലും അവർ കൃത്യമായി നമുക്ക് സംസാരിക്കാൻ കഴിയുകയാണെങ്കിൽ, സവാദിനെ പോലെയുള്ളവരെ അല്ല ഉദ്ദേശിച്ചത്, സവാദിനെ പോലെയുള്ളവരെ തീർച്ചയായിട്ടും തിരിച്ചറിയണം, അവരെ സമൂഹം ഒറ്റപ്പെടുത്തണമെന്നുള്ളതാണ്. നോക്കൂ, കൃത്യമായി ഈ ദീപകിൻ്റെ കാര്യത്തിൽ ഒരു സൈഡിനോട് മാത്രം ചേർന്ന് നിന്ന് സംസാരിക്കുന്നവരുടെ അടുത്ത് ഇപ്പോഴും ഇതിൻ്റെ നെല്ലും പതിരും എന്താണെന്ന് തിരിച്ചറിയാത്തവരുടെ അടുത്ത് ഇതിനെ ഒറ്റഘട്ടമായി ഇതിനെ സംരക്ഷിച്ച് പിടിക്കുന്ന ഒരു സാഹചര്യം പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നായാലും ഇപ്പുറത്ത് നിന്നായാലും ഉണ്ടായിരുന്നു. കൃത്യമായി പോലീസ് അന്വേഷണം നടക്കട്ടെ, ഇതിനകത്ത് എന്താണ് നടന്നതെന്ന് ഉള്ള സത്യം പുറത്തു വരട്ടെ.